ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് മെയിനായിട്ട്. അതിൽ ഒന്നാമത്തെ റിസ്ക് ആണ്. നമ്മൾ റിസ്ക് എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. എത്രത്തോളം റിസ്ക് ഉണ്ടാവും, എങ്ങനെയാണ് ഇതിൻ്റെ റിസ്ക് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ. ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് അതിൻ്റെ റിട്ടേൺസ് ആണ്. പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഷോർട്ട് ടേം ആണോ റിട്ടേൺ, ലോങ് ടേം ആണോ റിട്ടേൺ, എങ്ങനെയാണ് അതിൻ്റെ റിട്ടേൺസും കാര്യങ്ങളും വരിക, അതിൻ്റെ അസറ്റ് ഗെയിൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ മിസ് ചെയ്യുന്നൊരു സംഭവം ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി. മൂന്നാമത്തെ പോയിന്റ് റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി ആരാണ് ഓൺ ചെയ്യുന്നത്? അപ്പോൾ അത് ഇൻവെസ്റ്റർ ആണോ, അല്ലെങ്കിൽ ബിസിനസ് ഓണർ ആണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഫെസിലിറ്റേറ്ററോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ബ്രോക്കേഴ്സ് ആണോ, ആരാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഓൺ ചെയ്യുന്നത്? അതാണ് പലപ്പോഴും ഒരു ഡിസ്പ്യൂട്ടിലേക്ക് എത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്തരം ഫ്രോഡുകൾ, സ്കാമുകളൊക്കെ നടക്കുന്ന സമയത്ത് ഈ റെസ്പോൺസിബിലിറ്റി ആര് ഓൺ ചെയ്യുന്നു എന്നുള്ളതിന് ക്ലിയർ ആയിട്ടുള്ള ആൻസർ ഉണ്ടാവില്ല. ഇത് ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് അതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനുള്ള നോളജ് പല ആൾക്കാർക്കും ഇല്ല എന്നുള്ളത്. അതുപോലെ തന്നെ അവരുടെ റെഡ് ഫ്ലാഗ്സ് ഫൈൻഡ് ചെയ്യുക. ഹയർ റിട്ടേൺസ് ഓഫർ ചെയ്യുന്നുണ്ടോ, ഇവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്, ഇവരുടെ പാസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ആരാണ്, അങ്ങനെ ആരെങ്കിലും ഒരാളെ ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടോ. ഇത്രയെങ്കിലും ഒരു എഫേർട്ട് നമ്മുടെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള മണിയാണ് നമ്മളവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇത്രയെങ്കിലും ഒരു എഫേർട്ട് നമ്മൾ എടുക്കണം.